ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഒരു യൂട്യൂബ് ബാനർ എങ്ങനെ ഫോട്ടോഷോപ്പിൽ ഡിസൈൻ ചെയ്യണമെന്ന് നോക്കാം. അതിന് മുന്നേ ഞാനൊരു ബാനറിൻ്റെ ടെംപ്ലേറ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് എന്താ പറയുക യൂട്യൂബ് ബാനറിൻ്റെ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ടോട്ടൽ 4 ഡയമെൻഷൻസ് ആവുള്ളൂ. ഒരു ഈ 1546x423 ഈ ഒരു ചെറിയൊരു റെക്റ്റാങ്കിൾ, പിന്നെ ഇത്തിരിയുടെ വലിയൊരു 1855x423 ഇത്തിരിയുടെ വലുത് ഈ ഒരു റെക്റ്റാങ്കിൾ, പിന്നെ വലുത് 2560x423 ഈ ഒരു സൈസ്, പിന്നെ 2560x1440 ഈ ഒരു ഫുൾ സൈസ്. ഇതിന് എന്താണ് ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഫോണിലൊരു യൂട്യൂബ് ചാനൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇപ്പോൾ മൊബൈലിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈസിലായിരിക്കും നമുക്ക് ബാനർ കാണാൻ കഴിയുക. അതേ സ്ഥാനത്ത് നമ്മൾ മൊബൈൽ മാറിയിട്ട് ഇപ്പോൾ നമ്മളൊരു ടാബിൽ ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ടാബിലാണെങ്കിൽ ഈ ഒരു സൈസിലായിരിക്കും കാണുക. അതിപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിൽ യൂട്യൂബ് ചാനൽ കയറി നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ബാനർ കാണുന്നത് ഈ ഒരു ഫുൾ സൈസിലായിരിക്കും, ഈ ഒരു സൈസിൽ. നമുക്കതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് ഫോട്ടോഷോപ്പിൽ പോകാം, ഫയലിൽ ഒരു പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം, ന്യൂവിൽ ക്ലിക്ക് ചെയ്തു. ഇതിലിപ്പോൾ നമുക്ക് വിട്ട് വന്നിട്ട് നമുക്ക് ആ ഒരു 2560 എന്നുള്ള ഒരു സൈസ് കൊടുക്കാം. 2560 എൻ്റർ ചെയ്തു. ഹൈറ്റ് നമുക്കൊരു 1440 കൊടുക്കാം. 1440 ക്രിയേറ്റ് കൊടുക്കാം. ഓക്കെ. ഇനി നമുക്കിതിൽ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ഒരു 2 സ്ക്വയർ വേണം. ജസ്റ്റ് ഒന്ന് ഈ റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിട്ട് ഹൈറ്റ് നമുക്കിങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് ആ ഒരു 1546x423 എന്നുള്ള ആ ഒരു റെക്റ്റാങ്കിൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ വിട്ട് വന്നിട്ട് 1546 കൊടുത്ത് ഹൈറ്റിൽ 423. ഓക്കെ. ഇതിപ്പോൾ നമുക്ക് ഫിൽ കളർ കൊടുക്കാം. നമുക്ക് കളർ വന്നിട്ടൊരു ഇത്തിരി ഒരു ഗ്രേ കളർ, ആ ഗ്രേ കളർ കൊടുക്കാം. ഇപ്പോൾ ഈ സ്ട്രോക്ക് എനിക്ക് വേണ്ട, സ്ട്രോക്ക് വേണ്ട. ഒന്ന് ക്ലോസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്തു. ഇതുപോലെ തന്നെ ആ രണ്ടാമത്തെ ഒരു സൈസില്ല, ആ ഒരു സൈസ് റെക്റ്റാങ്കിളോട് നമുക്കിവിടെ വേണം. അത് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഈ 1546 എന്നുള്ളത് നമുക്കൊരു 1855 കൊടുക്കാം. ഓക്കെ. ഇതിൻ്റെ കളർ വന്നിട്ട് നമുക്ക് ഇത്തിരി കൂടെ ഒരു ലൈറ്റ് ഗ്രേ കൊടുക്കാം, ലൈറ്റ് കളർ. ഓക്കെ, എൻ്റർ കൊടുത്തു. ഈ 3 ലെയർ ഒന്ന് ജസ്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് കൺട്രോളിൽ പ്രസ് ചെയ്തിട്ട് ഈ 3 ലെയർ ഒന്ന് സെലക്ട് ചെയ്യാം. 3 ലെയർ ഒന്ന് സെലക്ട് ചെയ്തിട്ട് മൂവ് ടൂൾ ആക്ടിവേറ്റ് ചെയ്ത് നമുക്കിതൊന്ന് സെൻറ്ററിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ മൂവ് ടൂൾ ആക്ടിവേറ്റ് ചെയ്ത് അതായത് ഹൊറിസോണ്ടൽ സെൻറ്റർ കൊടുത്തു, വെർട്ടിക്കൽ സെൻറ്റർ കൊടുത്തു. ഓക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു നമ്മൾ വരച്ച 2 റെക്റ്റാങ്കിൾ നമുക്ക് സെൻട്രലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മേളിലേക്ക് എടുത്തിടാം. ഓക്കെ. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടി. ഇനി നമുക്ക് വേണ്ടത് നമുക്ക് ഈ റൂളർ ഉപയോഗിച്ചിട്ട് നമുക്കൊരു എന്താ പറയുക റെഫറൻസ് ലൈൻ കൊടുക്കണം. ഇത് ഈ റെക്റ്റാങ്കിളിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ എന്താ പറയുക ഈ റൂളറിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെ റെഫറൻസ് ലൈൻ കൊണ്ടുവെക്കാം. ഓക്കെ, ഇങ്ങനെ കൊണ്ടുവച്ചു. ഈ ലെയറും കൂടെ ഒന്ന് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു എഡ്ജിലും വെച്ചു, ഈ ഒരു എഡ്ജിലും വെച്ചു. ഇപ്പോൾ ഹൊറിസോണ്ടലായിട്ടുള്ളതും കൂടെ വേണം. ഇതാ ഇവിടുന്ന് നമുക്കിങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ടുവെക്കാം. ഓക്കെ. ഇനി നമുക്ക് ഈ 2 റെക്റ്റാങ്കിളിൻ്റെ ആവശ്യമില്ല. അത് നമുക്കങ്ങോട്ട് ഡിലീറ്റ് ചെയ്തേക്കാം. ഡിലീറ്റ് ചെയ്തു. ഓക്കെ. ഇനി നമ്മളിതിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് കൊണ്ടുപോകാം. അതിന് മുന്നേ നമുക്കൊരു ഇതിലൊരു ഫ്രെയിം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഫ്രെയിം ടൂൾ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇതായി ഇവിടുന്ന് ഇവിടെ വരെ ഒരു ഫ്രെയിം വരച്ചു. ഓക്കെ. ഇനി ഇതാ ഈ ഒരു ഇമേജ്, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോട്ടോഷോപ്പിലേക്ക് ഡ്രാഗ് ചെയ്യാം. ഈ ഒരു ഫ്രെയിമിലേക്ക് കൊണ്ടിടാം. ഒന്ന് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് കൺട്രോൾ T പ്രസ് ചെയ്തു ഒന്ന് വലിച്ചു വെക്കാം. ഓക്കെ. 2 സൈഡും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വലിച്ചു വെച്ചു. ഓക്കെ, സൈസ് അഡ്ജസ്റ്റ് ചെയ്തു. ഒന്ന് ടിക്ക് കൊടുക്കാം. ഓക്കെ. ഇനി നമുക്കിതിൽ വേണ്ടത് ഈ ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ചെയ്തതാണ്. ഇനി നമുക്കിതിൽ വേണ്ടത് നമ്മുടെ ആ ഒരു ലോഗോ, നമ്മുടെ ആ എന്താ പറയുക എൻ്റെ സ്റ്റുഡിയോയുടെ ഒരു ലോഗോ ഒന്ന് നമുക്കിതിലേക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ലോഗോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോഗോ, ഈ ലോഗോ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. കാണാത്തവരത് പോയി കാണണം. നമുക്കിതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഫോട്ടോഷോപ്പിലേക്ക് ഡ്രാഗ് ചെയ്ത് ഇത് ഇവിടെ കൊണ്ടിടാം. മേളിലേക്ക് എടുത്തിടാം. ഒന്ന് മേളിലേക്ക് എടുത്തിടാം. എന്നിട്ട് ഇതിനെ ഇവിടെ ഒന്ന് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ സൂം ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് കൊണ്ട് വെച്ചൊന്ന് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കൺട്രോൾ T പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സൈസ് ഒന്ന്
എല്ലാം വലുതാക്കി കൊടുക്കാം. ഓക്കെ, ടിക്ക് കൊടുത്തു. നമുക്ക് ആ എസ് സ്റ്റുഡിയോ എന്നുള്ള ഒരു ടെക്സ്റ്റും കൂടെ നമുക്കിതിൽ കൊണ്ടുവരണം. ആ ടെക്സ്റ്റ് കൊണ്ടുവന്നതിനായിട്ട് നമുക്ക് ടി എന്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ആക്ടിവേറ്റ് ആക്കി ക്ലിക്ക് ചെയ്ത് എസ് സ്റ്റുഡിയോ ഒന്ന് ടൈപ്പ് ചെയ്യാം. എസ് സ്റ്റുഡിയോ. ഓക്കെ, ഒന്ന് ടിക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കൊന്ന് കൺട്രോൾ ടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈസ് ഇങ്ങനെ ഒന്ന് വലുതാക്കി വെക്കാം. ഒരു ഒന്ന് വലിച്ചു വെച്ചു. ഓക്കെ ഓക്കെ, ഈ ഒരു സൈസിൽ നമുക്ക് വെക്കാം. അതിൻ്റെ കളറ് നമുക്ക് ഈ കളറ് വൈറ്റ് കളർ തന്നെ മതി. അതിൻ്റെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ലോഗോയിൽ എന്താ പറയുക, ഈ ഒരു ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്കിത് എഡിറ്റ് ചെയ്യാം. ഇതിൻ്റെ കളറ് സ്റ്റൈല് വന്നിട്ട് ഇത് മതി. ഓക്കെ, കുഴപ്പമില്ല. ബോൾഡ് ഓക്കെ. ഇനി നമുക്കിതിന് എന്താ പറയുക, നമുക്കൊരു സ്ട്രോക്ക് ആഡ് ചെയ്യാം. ഇത്തിരി ഒന്ന് കാണാനൊരു ഭംഗിക്ക്. അപ്പോൾ ഇതിന് ഈ ഒരു ലെയറിൽ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ട്രോക്ക് എന്ന് പറഞ്ഞ് കാണാം. ഈ സ്ട്രോക്കിലൊന്ന് ക്ലിക്ക് ചെയ്യാം. സ്ട്രോക്കിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഔട്ട് സൈഡ് ഇപ്പോൾ പൊസിഷൻ, ഇപ്പോൾ സ്ട്രോക്ക് കൊടുക്കുമ്പോൾ പൊസിഷൻ നമ്മൾ നോക്കണം. അപ്പോൾ ഈ ഇൻസൈഡ് എന്നും പറഞ്ഞ് കിടന്ന് കഴിഞ്ഞാൽ കണ്ടോ, നമ്മൾ ഈ സ്ട്രോക്ക് വരുന്നത് അകത്തേക്കേ വരുള്ളൂ, അതായത് ടെക്സ്റ്റിൻ്റെ ഉള്ളിലേക്ക് വരുള്ളൂ. അത് ഔട്ട് സൈഡ് തന്നെ കിടക്കണം. ഔട്ട് സൈഡ് കൊടുത്തു. സ്ട്രോക്ക് ഒരു 5, എനിക്ക് ഈ ഒരു സൈസിൽ മതി. ഞാനിപ്പോൾ നേരത്തെ ഒന്ന് ചെയ്ത് നോക്കിയതിൻ്റെ വലിയൊരു 5 സൈസ് അവിടെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം മാറ്റാം. ഞാൻ 5 തന്നെ ഫിക്സ് ചെയ്തു. ജസ്റ്റ് ഓക്കെ കൊടുത്തു. ഓക്കെ, ഇനി നമുക്കിതിൽ വേണ്ടത് എന്താ പറയുക, നമ്മുടെ എൻ്റെ ഇൻസ്റ്റ ഐഡിയും ജിമെയിൽ ഐഡിയും കൂടി ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് കൊണ്ടുവരണം. മൂവ് ടൂൾ ആക്ടിവേറ്റ് ചെയ്ത് ഒന്ന് ഓൾട്ട് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഇതിനൊന്ന് പതിയെ താഴത്തേക്ക് ഡ്രാഗ് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ ഞാൻ ഇവിടെ പോയിട്ട് ഇതിപ്പോൾ ഞാൻ നേരത്തെ നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. എൻ്റെ ഇൻസ്റ്റ ഐ ഡി, ഈ ഇൻസ്റ്റ ഐ ഡി ജസ്റ്റ് ഒന്ന് ആ ലിങ്ക് മാത്രം ഒന്ന് ജസ്റ്റ് കോപ്പി ചെയ്തു ഇതിൽ വന്നിട്ട് ഈ ടെക്സ്റ്റിൻ്റെ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമുക്കിത് എഡിറ്റ് ചെയ്യും. ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു കൺട്രോൾ വി കൊടുത്തു. സൈസ് നമുക്ക് ഇത്ര വേണ്ട, ഒരു ശകലം ഇത്ര കുറച്ച് ചെറുതായി സെലക്ട് ചെയ്തിട്ട് സൈസ് ഒന്ന് നമുക്ക് 30 കൊടുക്കാം. ഓക്കെ, അതിൽ കാര്യമില്ല, നമ്മളിപ്പോൾ അത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഈ 30 എന്നുള്ളതൊക്കെ മാറിപ്പോകും, ഹൈറ്റൊക്കെ മാറിപ്പോകും. ടിക്ക് ചെയ്ത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളിതായി ഇവിടെ ആയിട്ടൊന്ന് കൊണ്ടുവച്ച് ഒന്ന് കൺട്രോൾ ടി കൊടുക്കാം. ഇതുപോലെ ഒന്ന് വലിച്ചു വെക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ നമുക്ക് ഈ സ്ട്രോക്കിൻ്റെ സൈസ് നമുക്ക് മാറ്റാം. ഈ ഒരു സൈസല്ല, സോറി, ഈ കളർ മാറ്റാം. എനിക്കൊരു ബ്ലാക്ക് കളർ സ്ട്രോക്ക് മതി. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോക്ക് ഈ കളർ കണ്ട് സ്ട്രോക്കിൻ്റെ കളർ ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ബ്ലാക്ക്. ഓക്കെ, ഒന്ന് ഓക്കെ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ആ മെയിൽ ഐ ഡിയും കൂടെ വേണം. അതിന് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഓൾട്ട് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചു ഒന്ന് താഴേക്കൊന്ന് വലിച്ചു വെച്ചു. ഞാൻ നോട്ട് പാഡിൽ പോയി എൻ്റെ ആ മെയിൽ ഐ ഡി ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തു. കൺട്രോൾ ഇതിപ്പോൾ എളുപ്പത്തിനാട്ടോ ഞാനിത് നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിട്ട് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് വെച്ച് കോപ്പി ചെയ്യണം. അല്ലെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്താൽ വീഡിയോ ഒരുപാട് ലെങ്തായി പോകും. ഇതിൽ ഈ ഒരു ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ കൊടുത്തു. ഓക്കെ, ഒന്ന് സൈസ് ഒന്ന് നമുക്കൊന്ന് അലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നമുക്കിതിൽ വേണ്ടത് ആ ലോഗോ. ഇപ്പോൾ നമ്മൾ ഈ എന്താണ് ഇൻസ്റ്റയുടെ ലോഗോയും ഈ ജിമെയിലിൻ്റെ ലോഗോയും പിന്നെ യൂട്യൂബിൻ്റെ ലോഗോയൊക്കെ ഒന്ന് ഇതിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഈ ലോഗോ PNG ഫയൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഇൻസ്റ്റാ ലോഗോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു ഡ്രാഗ് ചെയ്തു ഇതിൽ കൊണ്ടുവന്നു. ഈ സൈസ് ഒന്ന് നമുക്ക് ചെറുതാക്കിയിട്ട് എവിടെയാണ് വെക്കേണ്ടത് ഇവിടെ കൊണ്ടുവെക്കാം. ചെറുതാക്കി ഇവിടെ കൊണ്ടുവച്ചു. അതാ വേണ്ട, ഇത്തിരി കൂടെ ഒന്ന് ചെറുതാക്കിയിട്ട് ഇവിടെ കൊണ്ടുവച്ചു. ഓക്കെ, ഇനി ഈ ജിമെയിലിൻ്റെ ലോഗോയും കൂടെ അതുപോലെ തന്നെ കൊണ്ടുവരാം. അതിൽ വന്ന് ജിമെയിലിൻ്റെതായ ലോഗോ ഒന്ന് ഡ്രാഗ് ചെയ്ത് ഫോട്ടോഷോപ്പിൽ കൊണ്ടുവന്ന് ഒന്ന് സൈസ് ഒന്ന് ചെറുതാക്കി വേണമെന്നൊരു ഈ ഒരു സൈസ് മതി. പക്ഷേ അതോടെ ഒന്ന് ചെറുതാക്കി. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ആ ഒരു യൂട്യൂബിൻ്റെ ലോഗോയും കൂടെ ഇതിൽ കൊണ്ടുവരാം. അതിന് നമ്മൾ ഇതിൽ പോയി ഈ ഒരു യൂട്യൂബിൻ്റെ ലോഗോ, ഈ ലോഗോ കൂടെ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരും. ഒന്ന് ചെറുതാക്കാം.
ചെറുതാക്കിയിട്ട് നമുക്ക് ഏതാണ്ട് സെൻട്രലായിട്ട് ഇത്തിരി കൂടെ മതി, ഇത്ര വലുപ്പം വേണ്ട, ഇത്തിരി കൂടെ ഒന്ന് ചെറുതാക്കി ഏതാണ്ട് ഇവിടെ ആയിട്ട് കൊണ്ടുവന്ന് ഫിക്സ്. ഓക്കെ. ഇത് നമ്മൾ വെക്കുമ്പോൾ നോക്കുക, എന്താ പറയുക, ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ പുറത്ത് പോകാതെ നോക്കണം, അതിന് ഉള്ളിൽ തന്നെ വരുന്ന രീതിയിൽ മാക്സിമം ഒന്ന് ഓക്കെ. ഇനി ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ജസ്റ്റ് ഒന്ന് നമുക്കിതിൽ കൊണ്ടുവെക്കാം. പോയി ഈ കിടക്കുന്നത് ഈ PNG ഫയലിനെ നമ്മളിതിലേക്ക് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ താഴെ കൊണ്ടുവെക്കാം. ഒന്ന് സ്ട്രെച്ച് ചെയ്തേക്കുക, കണ്ടിട്ടൊരു സുഖം തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷിഫ്റ്റിൽ പ്രസ് ചെയ്തിട്ട് ഈ ബട്ടൺ ഒന്ന് വലിച്ചെടുക്കാം. ഇത്ര വലിപ്പം വേണ്ട. ഓക്കെ, ടിക്ക് കൊടുക്കാം. ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ ബാനർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു വൈറ്റ് കളറിൽ കാണുന്ന ഏരിയയും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒന്ന് വെച്ച് ഫില്ല് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്കിപ്പോൾ റെക്റ്റാങ്കിൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുമ്മാ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്താലും മതി. അതിൻ്റെ ഒരു കളറ് നമുക്കൊരു ബ്ലാക്ക് കളറോ ഒരു ബ്ലാക്ക് കളറും എല്ലാം കൊടുത്തിട്ട് ഇങ്ങനെ രണ്ട് മേളിലും താഴെയായിട്ട് നമുക്ക് വെച്ചിരുന്നാൽ മതി. ഞാനങ്ങനെ ചെയ്യണില്ല, അത് വേണ്ട. ഞാൻ ഈ കൊണ്ടുവച്ചിരിക്കുന്ന ഇമേജിനെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഡ്രാഗ് ചെയ്യാം. ഈ ഇമേജ് തന്നെ ഈ ഫോട്ടോഷോപ്പിലേക്ക് ഞാൻ ഇവിടെ കൊണ്ടുവച്ചു. ഇതിനൊന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു സൈസ് കൊടുത്ത് ഫുൾ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. നമുക്ക് ഈ ലെയറിനെ പിടിച്ചിട്ട് താഴെ നമുക്ക് ഇപ്പോൾ എല്ലാത്തിൻ്റെ ഫ്രണ്ടിലല്ലേ വന്ന് കിടക്കണം, ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകാം. ഇപ്പോൾ ബാക്കിലായിട്ടുണ്ട്. നമുക്കിത് നമുക്ക് ഇങ്ങനെ കാണണ്ട. അപ്പോൾ നമുക്ക് അതിനെ ജസ്റ്റ് ഒന്ന് ബ്ലറാക്കാം. ഈ ലെയർ സെലക്റ്റഡ് ആണ്. ഫിൽറ്ററിൽ പോയി ഈ ബ്ലർ ഓപ്ഷനിൽ ഗോഷൻ ബ്ലർ കൊടുത്തു 15, ഈ റേഡിയസ് 15, അത് മതി. അത് നമുക്ക് ഓക്കെ കൊടുക്കാം. ഓക്കെ, കുറച്ചുകൂടെ ഒരു ഭംഗിക്ക് നമുക്ക് വേണമെങ്കിൽ ഇത്തിരി ഒരു ഫെയ്ഡായിട്ടുള്ള ഇത് കിട്ടുന്ന ഒരു ഗ്രഞ്ച് ഇമേജും കൂടെ നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് കൊണ്ടുവരാം. ഞാനിതിൽ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഈ ഗ്രഞ്ച് ഇമേജ് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടാമെന്നുള്ളത്. ഇപ്പം നമുക്ക് റെഡ് കളർ വേണമെങ്കിൽ റെഡ് കളർ ഗ്രഞ്ച് ഇമേജ് റെഡ് എന്നും പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഗ്രഞ്ച് ഇമേജ് കിട്ടും. ഞാനിപ്പോൾ ഈ ബ്ലൂ ഇഷ്ടം ഇതിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടിട്ടു. അതിനായിട്ട് ഒന്നോടൊന്ന് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് ഒന്നോടൊന്ന് വലിച്ചുകൊണ്ടിടാം. ഒന്ന് ജസ്റ്റ് നമുക്ക് ഇതുപോലെ തന്നെ ഇവിടെ കൊണ്ട് ഡ്രാഗ് ചെയ്തിട്ട് ഒന്ന് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഷിഫ്റ്റിൽ പ്രസ് ചെയ്ത് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇതിനെ ഒന്ന് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് എടുത്തിടാം. ഇതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് മാറ്റിക്കണം. ഈ ഒപ്പാസിറ്റി ഒരു 50 കൊടുക്കാം. 50 വേണ്ട, നമുക്കൊരു 25 കൊടുക്കാം. 25 കറക്കേടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ നമ്മുടെ ബാനർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് എന്താ പറയുക, JPG ഫയലായിട്ടൊന്ന് സേവ് ചെയ്താൽ മതി. നമ്മൾ ഫയലിൽ പോയി സേവ് ആസ് കൊടുത്തു. സേവ് ആസ് കൊടുത്തു. അതിനൊരു പാത്ത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഒരു പാത്ത് സെലക്ട് ചെയ്ത് ഇവിടെ വന്നിട്ട് നമുക്കൊരു എസ് ബാനർ നെയിം ബാനർ നെയിം കൊടുത്തു. ഇതിൻ്റെ ഫോർമാറ്റും കൂടെ ജസ്റ്റ് ഒന്ന് JPG ഈ ഒരു ഫോർമാറ്റ് സെലക്ട് ചെയ്ത് ഓക്കെ സേവ് കൊടുത്തു. ഓക്കെ, നമുക്ക് ഇതാണ് കാണിച്ചു തരാം ഈ ഫോട്ടോഷോപ്പിൽ. നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന നമ്മളിപ്പോൾ ചെയ്ത ഒരു യൂട്യൂബ് ബാനർ ഇതാണ്. കറക്റ്റ്, കുഴപ്പമില്ല. ഓക്കെ, അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ